ഇനി കോപ്പി റൈറ്റിംഗ് എടുക്കുന്നുണ്ട്. അതല്ലേ ഏത് ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങളോ? അല്ല, കോപ്പി റൈറ്റിംഗ് പറഞ്ഞു തോന്നുന്നു മിസ്സേ. പറഞ്ഞിട്ടുണ്ട്. കോപ്പി റൈറ്റിംഗ് പറഞ്ഞു. നീ പകർത്തിയെഴുത്ത് അല്ലെ? ആ ഓക്കെ. പകല് ക്ലാസ് വെക്കാൻ പറ്റിയില്ല. നോക്ക, നമ്മള് ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, ടെക്നിക്സ് അല്ലെ? റൈറ്റിംഗ് പ്രാക്ടീസ് ടെക്നിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങൾ. അപ്പൊ ലേഖനം അല്ലെങ്കിൽ എഴുത്ത് നന്നായിട്ടാവാന്, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാന്, സ്പീഡിൽ എഴുതാന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലെ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കോപ്പി എഴുത്ത് അല്ലെ, 2 ലൈന് 4 ലൈന് അങ്ങനെയുള്ള കോപ്പി പുസ്തകങ്ങളിൽ എഴുതുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആവുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് നന്നാവുകയും അല്ലെ, അതിന് അക്ഷരപടിവുകൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പകർത്തിയെഴുത്താണ്. പകർത്തിയെഴുത്തില് വേഗത ഉണ്ടാവണം. നമ്മൾ ഒരു കുട്ടീനോട് നമ്മൾ പറയാണ് പകർത്തി എഴുതാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? വേഗത, സ്പീഡിൽ എഴുതണം. അത് നോക്കിയിട്ട് എഴുതുക. അപ്പൊ നമ്മൾ ഇതെന്താ നോക്കി എഴുതുന്ന? ചില കുട്ടികൾ ഉണ്ടില്ലേ, ചില എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ പറയുന്നതൊന്നാവൂല ചെയ്യുക, നമ്മൾ പറയുന്നതാവുന്നാവൂല ചെയ്യുക, എഴുതാൻ പറയുന്നതാവൂല എഴുതുക. കുട്ടി എന്ത് ചെയ്യും? ടെക്സ്റ്റിൽ നോക്കിയിട്ട് അതേപടി ഇങ്ങനെ പകർത്തുന്നത് കാണാം. അപ്പൊ നമുക്കത് തടയാൻ പറ്റൂല. എന്താ വെച്ച് കഴിഞ്ഞാല് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല കേട്ടോ. അത് ഞാനിപ്പോ ഇവിടെ പകർത്തി എഴുതുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതുന്ന കാണാം. കുട്ടി വേറെ പ്രോബ്ലംസ് ഒന്നും ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കുട്ടി എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന ആവില്ല കുട്ടി എഴുതുക. കുട്ടി എന്ത് ചെയ്യും? ടെക്സ്റ്റ് നോക്കി ഇങ്ങനെ പകർത്തും. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോ അത് വേറെയാണ്. എന്നുവെച്ചാൽ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളാണ് അങ്ങനെ ചെയ്യുക അല്ലെ, പഠിക്കാന് എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ. എന്നാലോ വേറെ പ്രോബ്ലംസ് ഒന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പഠനത്തിലുള്ള വൈകല്യമാണ് ആ കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ പറയുന്നൊന്നും എഴുതാനൊന്നും ആവില്ല, കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? കുട്ടി എന്ത് ചെയ്യണ്ട, ഫുൾ എൻഗേജ്ഡ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കുട്ടി തന്നെ എന്ത് ചെയ്യാണ്? കുട്ടി അത് ടെക്സ്റ്റ് നോക്കി എഴുതുക ചെയ്യാം. പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത്. പകർത്തി എഴുത്തിന് വേഗത ഉണ്ടാകണം. ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പകർത്തി എഴുതുക. കോപ്പി എഴുതിയാലും പകർത്തി എഴുതിക്കാവുന്നതാണ്. ഇപ്പൊ ഒരു കുട്ടി കോപ്പി എഴുതുന്നുണ്ട്, ആ കുട്ടീനെ ഇനിയിപ്പോ ഇതിനെ പകർത്തി എഴുതിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട. കോപ്പി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി എഴുതി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? പകർത്തി എഴുതാം. അതിന് പ്രശ്നമൊന്നുമില്ല. ആദ്യം വരയിട്ട പുസ്തകത്തിലാണ് എഴുതിക്കേണ്ടത്. പാഠപുസ്തകം നോക്കിയാണ് പകർത്തി എഴുതേണ്ടത്. അതിനാൽ പാഠപുസ്തകവുമായി ഒരു ബന്ധവും കുട്ടിക്കുണ്ടാവും. ആദ്യം വരയിട്ട ലൈനിൽ റൂൾഡ് പേപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യേണ്ടത്? എഴുതിപ്പിക്കേണ്ടത് റൂൾഡ് പേപ്പറിൽ. അപ്പോഴേ നന്നാവുള്ളൂ. എന്താ വെച്ചാൽ ലൈൻ ഇല്ലാത്ത പേപ്പർ നമ്മൾ കണ്ടില്ലേ, ചെറിയ കുട്ടികൾക്കൊക്കെ ലൈൻ ഇല്ലാത്ത പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോണ പോലെ അല്ല, ഇവിടുന്ന് തുടങ്ങി അപ്പുറത്ത് വളഞ്ഞ് 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 എങ്ങോട്ടോ പോകും അല്ലെ. അങ്ങനെയൊക്കെ എഴുതുന്നത് കാണാം. അക്ഷരങ്ങൾ ചിലപ്പോൾ വലിപ്പം കൂടുന്നത് കാണാം അല്ലെ. ഒരു വലിപ്പം ഒരു അക്ഷരം ഒരു വലിപ്പമാണെങ്കിൽ അടുത്ത അക്ഷരം വേറെ വലിപ്പം, അങ്ങനെയൊക്കെ ആയിട്ട് എഴുതുന്നത് കാണാം. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് കൊടുക്കാം? റൂൾഡ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ പാഠപുസ്തകം നോക്കിയാണ് പകർത്തി എഴുതേണ്ടത്. കുട്ടിക്ക് പഠിക്കാനുള്ള പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുട്ടീനെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് കുട്ടി അത് എഴുതുന്ന സമയത്ത് പാഠപുസ്തകവുമായിട്ട് ഒരു കണക്ഷൻ, ഒരു ബന്ധം എന്തുണ്ടാവും? കുട്ടിക്ക് ഉണ്ടാവും. ആ പാഠഭാഗത്തിലുള്ള കാര്യങ്ങളാണല്ലോ എഴുതുന്നത് എന്നുള്ള എഴുതുമ്പോൾ തന്നെ അതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ പാഠഭാഗവുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം കുട്ടിക്ക് ഉണ്ടാവാൻ എന്ത് സഹായിക്കുന്നുണ്ട്? പകർത്തിയെഴുത്ത് സഹായിക്കുന്നുണ്ട്. അടുത്തത് കേട്ടെഴുത്ത്. വാട്ട് ഈസ് ഡിക്റ്റേഷൻ എന്നുള്ളതാണ്. ഡിക്റ്റേഷൻ നമ്മൾ എപ്പോഴും ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിക്റ്റേഷൻ എടുക്കുക എന്നുള്ളത് അല്ലെ. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഡിക്റ്റേഷൻ എടുക്കും.
കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഡിക്റ്റേഷൻ എടുക്കും. നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രധാനപ്പെട്ട വേർഡ്സ് എന്ത് ചെയ്യും, കുട്ടിക്ക് ബോർഡിൽ എഴുതി കൊടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും, അത് കുട്ടീനോട് നാളത്തേക്ക് പഠിച്ചു വരാൻ പറയുകയും നാളെ ഈ ചാപ്റ്ററിന്റെ ഡിക്റ്റേഷൻ ഉണ്ടാവും, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഡിക്റ്റേഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കുട്ടീനോട് പറയും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, പിറ്റേന്തൊക്കെ അതൊക്കെ പഠിച്ചു വന്ന് നമ്മൾ ഡിക്റ്റേഷൻ എടുക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കുട്ടികളുടെ പല കഴിവുകളും കേട്ടെഴുതിയാൽ സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കുട്ടി കേട്ടെഴുതുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ പല കഴിവുകൾ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കേട്ടെഴുതുന്നതിലൂടെ കുട്ടിയുടെ പല കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച്, അതാണ് സംയുക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല കഴിവുകൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതില്, ഈ കേട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ. ശ്രവണശക്തി ഇല്ലേ, കേൾക്കാനുള്ള ശക്തി. അനുസ്മരണ ശേഷി. എന്താ അനുസ്മരണ ശേഷി? ഓർത്തെഴുതാനുള്ള ശക്തി. കുട്ടി ടീച്ചർ പറയുന്നത് കേട്ടു, അത് കേട്ടാൽ മാത്രം പോരല്ലോ, കുട്ടി മുന്നേ പഠിച്ച കാര്യം കുട്ടിക്ക് ഓർക്കണ്ടേ. ഇന്നതാണ് ഇതിന്റെ സ്പെല്ലിങ് അല്ലെ, ഇതാണ് ഇതിന്റെ അക്ഷരം, ഇതാണ് ഇതിന്റെ സ്പെല്ലിംഗ് എന്ന് കുട്ടി ഓർക്കണ്ടേ. അവിടെ അനുസ്മരണ ശേഷി. പ്രകടന ശേഷി, അത് പ്രകടിപ്പിക്കാൻ കുട്ടിക്ക് പറ്റണ്ടേ. കുട്ടിക്ക് ഇത് അറിയാം, പക്ഷെ അത് കുട്ടിക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോയില്ലേ അല്ലെ. അപ്പോ പല കഴിവുകളാണ് എന്ത് ചെയ്യുന്നത്, കേട്ടെഴുതിയാൽ വർദ്ധിക്കുക. എന്തൊക്കെ കഴിവുകളാ? ശ്രവണശേഷി വർദ്ധിക്കും, അനുസ്മരണശേഷി വർദ്ധിക്കും, പ്രകടനശേഷിയും വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? കേട്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേക്കാ കേട്ടെഴുതുക, ടീച്ചർ പറയുന്നത് കേട്ടെഴുതുക, ഇനിയിപ്പോ എന്താ, സിമ്പിൾ അല്ലേ. പക്ഷെ അതിലൂടെ കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ആ കഴിവുകൾ കേട്ടെഴുത്തിന് പ്രകടനശേഷി തുടങ്ങിയവയാണ് ആ കഴിവുകൾ. കേട്ടെഴുത്തിന് പദങ്ങൾ മാത്രമല്ല വാക്യങ്ങളും നൽകാവുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ചെറിയ ചെറിയ വേർഡ്സ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ വേർഡ് എറോപ്ലെയിൻ അല്ലെ. എറോപ്ലെയിൻ എന്നൊക്കെ പറയുന്ന വേർഡ് അവർക്ക് ഭയങ്കര ടഫ് വേർഡ് ആണ്. ബ്യൂട്ടിഫുൾ, എറോപ്ലെയിൻ, പിന്നെന്താണ് പറയാ, പൈനാപ്പിൾ, ഓറഞ്ച്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ലേഡീസ് ഫിംഗർ, അങ്ങനെയുള്ള കുറച്ച് വലിയ 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 വേർഡ്സ് അല്ലെ. നമ്മളെ സംബന്ധിച്ച സിമ്പിൾ ആണെങ്കിലും കുഞ്ഞു മക്കളെ സംബന്ധിച്ച വലിയ വേർഡാ. കാറ്റ്, റാറ്റ്, ബാറ്റ്, ഹാറ്റ് എന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ വലിയ വലിയ വേർഡ് കേൾക്കുമ്പോൾ കുട്ടിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. കുട്ടികൾ ആദ്യം പഠിക്കുന്ന വേർഡ്സ് അങ്ങനെയൊക്കെയല്ലേ, കാറ്റ്, റാറ്റ്, ബാറ്റ്, ഹാറ്റ്, മൗസ് അല്ലെ, ഡോഗ്, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ അല്ലേ കുട്ടികൾ ആദ്യം ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ കുട്ടി പഠിക്കാം. പിന്നീട് അങ്ങോട്ട് കുറച്ചിങ്ങനെ വലിയ വലിയ വേർഡ്സ് ഒക്കെ അങ്ങനെ പഠിച്ചു വരും. അതിലാണ് എലിഫന്റ്, പിന്നെ ബ്യൂട്ടിഫുള്ള്, പൈനാപ്പിള്, അങ്ങനെയുള്ള ഒരുപാട് വേർഡ്സ്, കുറച്ച് വലിയ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റേഷന് വേണ്ടി കൊടുക്കുക. അപ്പൊ കേട്ടെഴുത്തിന് പദങ്ങൾ മാത്രം, ഇങ്ങനെയുള്ള പദങ്ങൾ മാത്രം കൊടുക്കുന്നത് കൊണ്ട്, അങ്ങനെയുള്ള പദങ്ങൾ മാത്രമല്ല കൊടുക്കുക, എന്തും കൊടുക്കാമെന്ന്. വേണമെങ്കിൽ നമുക്ക് എന്തും കൊടുക്കാം, വാക്യങ്ങളും നൽകാം, സെന്റൻസുകളും നമുക്ക് നൽകാമെന്ന്. ആദ്യഘട്ടത്തിൽ കേട്ടെഴുതിക്കേണ്ടതായിട്ടുള്ള പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ബോർഡിൽ എഴുതി അധ്യാപകർ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏത് പദങ്ങളാണോ കുട്ടിക്ക് കേട്ടെഴുത്തെടുക്കാൻ പോകുന്നത് ആ പദങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബോർഡിൽ എഴുതണം. ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അധ്യാപകർ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് അത് വായിപ്പിക്കണം. പിന്നീട് ബോർഡിൽ എഴുതിയത് മറയ്ക്കണം. നമ്മൾ കേട്ടെഴുത്തെടുക്കാനുള്ള പദങ്ങൾ ബോർഡിൽ എഴുതും, എന്നിട്ട് നമ്മൾ വായിച്ചു കൊടുക്കും, കുട്ടികൾ വായിക്കും. അതിനുശേഷം അധ്യാപകർ എന്ത് ചെയ്യും, ബോർഡിൽ എഴുതിയത് എന്ത് ചെയ്യും, മറച്ചു പിടിക്കും. ക്രമത്തിന് ഓരോ പദവും പിന്നീട് അധ്യാപകൻ ഉച്ചരിക്കുകയും കുട്ടികൾ അത് കേട്ടെഴുതുകയും ചെയ്യും. അത് ആദ്യം മറച്ചു പിടിച്ചതിന് ശേഷം അധ്യാപകൻ എന്ത് ചെയ്യും, ഓരോ പദങ്ങളും ക്രമത്തിന് ബോർഡിൽ എഴുതിയ ആ ക്രമത്തിന് എന്ത് ചെയ്യും, പിന്നീട് അധ്യാപകൻ പറയുകയും കുട്ടികൾ അത് എന്ത് ചെയ്യും, കേട്ട് അത് ചെയ്യുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രാരംഭഘട്ടത്തിൽ കേട്ടെഴുത്ത് നടത്തേണ്ടത്. ഇങ്ങനെയാണ് ആദ്യാദ്യ ഘട്ടങ്ങളിൽ അല്ലെ, കുഞ്ഞു കുട്ടികളല്ല, ആദ്യാദ്യ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കേട്ടെഴുത്ത് നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോ അതവിടെ കഴിഞ്ഞു. അപ്പൊ ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ കോപ്പിയെഴുത്ത്, പകർത്തിയെഴുത്ത്, കേട്ടെഴുത്ത്. അപ്പൊ ഇത് ചോദിക്കാം, വാട്ട് ഈസ് ഡിക്റ്റേഷൻ? 3 മാർക്കിന് ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ഡിക്റ്റേഷൻ എന്ന് ചോദിക്കാം. അവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം അതാണ്, വാട്ട് ഈസ് ഡിക്റ്റേഷൻ, അല്ലെങ്കിൽ ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങൾ. അപ്പൊ ഈ 3 പോയിന്റ് എഴുതുക. അല്ല സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ഡിക്റ്റേഷൻ, അങ്ങനെയും വരാം. റൈറ്റിംഗ് പ്രാക്ടീസ്, വാട്ട് ആർ ദ റൈറ്റിംഗ് പ്രാക്ടീസ് ടെക്നിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പിയെഴുത്ത്, പകർത്തിയെഴുത്ത്, കേട്ടെഴുത്ത്. വാട്ട് ഈസ് ഡിക്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിനെ ചോദിക്കുന്നുണ്ടാവുള്ളൂ ഡിക്റ്റേഷൻ, അത് 3 മാർക്കിനെ എഴുതി വെക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ലേഖന വൈകല്യങ്ങളാണ്. വാട്ട് ആർ സം റൈറ്റിംഗ് ഡിസബിലിറ്റീസ് അല്ലെ, ഏതൊക്കെയാണ്
പ്രധാനപ്പെട്ട ലേഖന വൈകല്യങ്ങൾ. റൈറ്റിംഗ് ഡിസബിലിറ്റീസ്, അതാണ് ലേഖന വൈകല്യങ്ങൾ അല്ലെ. റൈറ്റിംഗ് ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ്? റൈറ്റിംഗ് ഡിസബിലിറ്റീസ് 8 പോയിന്റ്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ലായ്മ. അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ലായ്മ. ചില കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടില്ലേ, നമുക്ക് വായിക്കാനാവില്ല അല്ലെ. പല രീതിയിൽ പല കോലത്തില് ഒരക്ഷരം ഒരുപോലെയാണെങ്കിൽ ഒരക്ഷരം പോലെ എന്താ എഴുതി വെച്ചെന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ല. നമുക്ക് അത്രയും അറിയില്ല, ആ കുട്ടിക്ക് അത്രയും അറിയില്ല. അതായിരിക്കും അവസ്ഥ അല്ലെ. അപ്പൊ എന്താണ് വടിവും ഭംഗിയും ഇല്ലായ്മ? എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കോ വേണ്ടി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടാണ്. ഒരു വടിവും ഇല്ല, ഒരു ഭംഗിയും ഇല്ല, ഒന്നുമില്ല. What happened? ഹസീന, ഹസീനക്ക് എന്ത് പറ്റി? ഗസ്റ്റ് ഉണ്ടോ മിസ്സേ? രാത്രിയാ ഗസ്റ്റ് വരിക? ഞങ്ങളെ വീട്ടിലൊന്നും രാത്രി ഗസ്റ്റ് വരില്ല. എന്താ മിസ്സേ? ഉള്ളവരൊക്കെ വന്നു പോകും, പിന്നെ രാത്രി ഒന്നും ആ പരിപാടിയില്ല. നമ്മളിവിടെ രാവിലെ രാത്രി വരും. ഞങ്ങൾ പോവേ ഇല്ല അങ്ങനെ. രാത്രി ഒന്നും ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവില്ല. പകല് സന്ധ്യയ്ക്ക് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തും. അപ്പൊ നോക്കാം, ലേഖന വൈകല്യങ്ങൾ. വാട്ട് ആർ സം റൈറ്റിംഗ് ഡിസബിലിറ്റീസ്? അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ലായ്മ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേഗത കുറവ് അല്ലെ, മെല്ലെ മെല്ലെ എഴുതുക അല്ലെ. കുട്ടികൾക്ക് ചില കുട്ടികളുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ ആ കുട്ടികൾക്ക് ചിലപ്പോൾ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ എഴുതിയിട്ട് ചിലപ്പോൾ എല്ലാ ആൻസറും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, വേഗത സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കുട്ടികളും നമ്മുടെ അടുത്ത് വന്നിട്ട് ടീച്ചറെ സങ്കടപ്പെട്ടു, ടീച്ചറെ ടൈം ഇല്ലയിലിട്ടോ, ടൈം തയ്ഞ്ഞിലിട്ടോ. ഈ ടൈം തയ്ഞ്ഞിലിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഒരു ടൈം ഒന്നേ മുക്കാൽ മണിക്കൂർ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 1.25 മണിക്കൂർ കൊണ്ട് കുട്ടിക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് എന്താ പറയാ, അത് തെളിയിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു എക്സാമിന് 145 മിനിറ്റ്സ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു വെറുതെ ഒരു ടൈം കൊടുത്താലല്ലോ. ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ടൈം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റും അല്ലെ, ഇത്രയും പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി എഴുതി തീർക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ടൈം കൊടുക്കുന്നത്. അപ്പൊ ആ ടൈമിന്റെ ഇടയ്ക്ക് നമ്മളത് എഴുതി തീർക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലെ. അതേപോലെ തന്നെ നോട്ട്സ് എഴുതി കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നോട്ട്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ നോട്ട്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതി കൊടുക്കുകയാണെങ്കിലും കുട്ടികൾ അത് എഴുതി കഴിയാനായിട്ട് ഒരുപാട് സമയം എടുക്കാം. ചില കുട്ടികൾ അതിന് വേണ്ടി നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കുകയും ചെയ്യും, എന്നാൽ സ്പീഡിൽ എഴുതുകയും ചെയ്യും അല്ലെ. എന്നാൽ എന്റെ മോള് എങ്ങനെയാണെന്നറിയാം, എന്റെ മോള് നീറ്റിലെഴുതും പക്ഷെ സ്പീഡ് കുറവാ. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ഇത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പേജ് അങ്ങനെ കീറും, പിന്നെ അവൾക്ക് തൃപ്തിയാവൂല. അത് ശരി, അങ്ങനെയാണ്. നീറ്റ് വേണം. എന്തെങ്കിലും തെറ്റിപ്പോയാ പിന്നെ കരച്ചിലായിരിക്കും ഇവിടുന്ന്. 4ാം ക്ലാസ്സിലെ മോള്. അപ്പൊ നീറ്റിൽ എഴുതിയാൽ മാത്രം പോരാ, സ്പീഡിലും കൂടി വേണം. അപ്പൊ അത് നമ്മൾ പറയാം, കുറച്ചും കൂടി സ്പീഡ് ആക്കാൻ കേട്ടോ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിനക്ക് പ്രോബ്ലം വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്തോളും, കുറച്ച് സ്പീഡിൽ എഴുതാൻ നോക്കിക്കോളും. നല്ല തന്നെയാണ്, അതിൽ വേണ്ടാന്നല്ല. പക്ഷെ നമ്മൾ നീറ്റിൽ എഴുതി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എക്സാം ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അതൊരു പ്രോബ്ലം ആണല്ലോ. ക്ലാസ്സിൽ നോട്ട് തരുന്നത് നമുക്ക് പിന്നെ എഴുതിയെടുക്കാൻ പറ്റും, എക്സാമിന് പറ്റൂലല്ലോ. മിസ്സേ, ഞാൻ ലീവ് ചെയ്യാണ്. ഇവിടെ ഇടിയും മിന്നും, കറണ്ട് പോയി. ഇരുട്ടത്താണല്ലോ ഇരിക്കുന്നത്. ഇടിയും മിന്നൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ലീവ് ചെയ്യാണ് മിസ്സേ, മിന്നലുണ്ട്. എല്ലായിടത്തും ഉണ്ട് പരിപാടി, ഇത് ഇടിയും മിന്നലും മഴയൊക്കെ. എനിക്കും സെയിം പ്രോബ്ലം ആണ്. എന്താടാ? എനിക്കും സെയിം പ്രോബ്ലം ആണ്. മഴയുണ്ടോ? കറണ്ട് പോകുന്നത് ഇടയ്ക്ക് ലീവായിട്ട് വരുന്നത്. വൈഫൈ ആണ്, കറണ്ട് പോകുമ്പോ ലീവാവുന്നു. നല്ല മഴ ഉണ്ടോ? എന്താ ചെയ്യണ്ടേ, നിർത്തണോ? ആരാപ്പ എത്ര പേരുണ്ട്? അല്ല മിസ്സേ, സാബിത മിസ് ഇല്ലേ? വരിക മിസ് ഉണ്ടാവും. 2 ആളുണ്ടല്ലോ മിസ്സേ. ഞാൻ ലീവ് ചെയ്യായതായാലും ഇവിടെ നല്ല മിന്നലുണ്ട്. മിന്നല് നിക്കുമ്പോ ജോയിൻ ചെയ്യൂട്ടാ.
മിസ്സേ ഞാനും ലീവ് ചെയ്യാന്നേ. അതെന്ത് പറ്റി? ഭയങ്കര മഴ മിസ്, ഇടിയും മിന്നുമാണ്. ആണോ? കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ എനിക്ക് ഇത് കട്ടാവുന്നു. ഉം. ഇനി മറ്റാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ? ഇതുവരെ വന്നിട്ടില്ല പ്രോബ്ലം. അപ്പൊ ഇനി നമ്മള് രണ്ടാള് മാത്രമേ ഉള്ളൂ ട്ടാ. അതെ. ജുബേരി പോയോ? ജുബേരി പോയി. അപ്പൊ ഓക്കെ, നമുക്ക് കുറച്ചു നേരം കൂടി എടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ തുടങ്ങിയില്ലേ. ഓക്കെ മിസ്സേ. ഓക്കെ, ഒരു റെക്കോർഡ് കണ്ടോളൂ. ഞാനിപ്പോ എന്റെ ടൈം മാറ്റി വെച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിട്ട് അപ്പോ കുറച്ച് സമയം എടുക്കാം. വേഗത കുറവ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേഗത കുറവാണ്, സ്പീഡില്ലായ്മ നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തത് വരികളുടെ വക്രത, വളഞ്ഞ് എഴുതുക. നമ്മൾ പച്ച മലയാളത്തിൽ നമ്മൾ സാധാരണക്കാർ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എഴുതാന്ന് നമ്മൾ പറയാം അല്ലെ. ഈ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് നേരെ എഴുതുന്നതിന് പകരം വളഞ്ഞ് എഴുതുക. പിന്നെ വരികളുടെ അകലം തമ്മിലുള്ള ക്രമക്കേട്. ഇപ്പൊ ഒരു ലൈന് കഴിഞ്ഞ് നമ്മളിപ്പോ നോട്ട്ബുക്കിലെ റൂൾഡ് പേപ്പറിലാണെങ്കിൽ, റൂൾഡ് ബുക്കിലാണെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ആ ലൈനുകൾ തമ്മിൽ ഒരേ ഡിസ്റ്റൻസ് ആണുള്ളത്, വ്യത്യസ്ത ഡിസ്റ്റൻസ് കൊടുക്കുന്നില്ല. അതെന്തിനാണ്? നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അതേ കറക്റ്റ് ഡിസ്റ്റൻസിലാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ലൈൻ ഇല്ലാത്ത പേപ്പറിൽ, റൂൾഡ് അല്ലാത്ത പേപ്പറിൽ നമ്മൾ എഴുതുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരേപോലെയുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെ. പിന്നെ അക്ഷരങ്ങൾക്ക് പല വലിപ്പം ഉണ്ടാവുക. ഒരു അക്ഷരം ഒരു വലിപ്പമാണെങ്കിൽ ഒരു അക്ഷരം ഒരു വലിപ്പം അല്ലെ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളം ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതും, അത് ഓക്കെയാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ഒരു അക്ഷരം ഒരു വലുപ്പം നമ്മൾ എഴുതൂലല്ലോ, അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പദങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുക. ഇപ്പൊ ഒരു പദവും രണ്ട് പദങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ എന്ത് ചെയ്യുക? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. രണ്ട് പദങ്ങൾ ഇപ്പൊ ഞാൻ പാട്ട് പാടും, ഞാൻ എന്ന് കഴിഞ്ഞിട്ട് പാട്ട് എന്നുള്ളതിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യുക? ഒരു സ്പേസ്, ഒരു കുറച്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഞാൻ പാട്ട് പാടും എന്നുള്ളതിന് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടികളുടെ പല കഴിവുകളും കേട്ടെഴുതിയാൽ സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നിനും കറക്റ്റ് ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നിനൊരു ഡിസ്റ്റൻസും കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ പറയുന്നത്. പദങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ചിഹ്നങ്ങൾക്ക് നിഷ്ഠയില്ലാതെ ഇരിക്കുക. ചിഹ്നങ്ങൾ ഇല്ലാതെ ഇരിക്കുക അല്ലെ. ചിഹ്നങ്ങൾ ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചിഹ്നങ്ങൾ ഇല്ലാതിരിക്കുക, ചിഹ്നങ്ങൾക്ക് നിഷ്ഠയില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം എന്നുള്ളതിന് അദോഹം എന്ന് എഴുതുക, പോയി എന്നുള്ളതിന് പേയിന്ന് എഴുതുക അല്ലെ. അങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങൾ കൃത്യമല്ലാതിരിക്കുക. അക്ഷരത്തെറ്റ്, ഈ ചിഹ്നങ്ങളെ പോലെ തന്നെയാണ് അക്ഷരത്തെറ്റ്. അക്ഷരങ്ങള് കൃത്യമല്ലാതെ എഴുതുക അല്ലെ. അക്ഷരങ്ങൾക്ക് തെറ്റുണ്ടാവുക, അക്ഷരത്തെറ്റ്. പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടണ്ടോടത്ത് അതൊക്കെ ചിഹ്നങ്ങളിൽ പെടാനല്ലേ മിസ്സേ? ഫുൾ സ്റ്റോപ്പ് ഇടണ്ടോടത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാത്തതൊക്കെ ചിഹ്നങ്ങളിൽ പെടുന്നതല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാത്തത്, ചിഹ്നങ്ങള് എന്നുള്ളടത്ത് എന്നുള്ള ചിഹ്നം കൊടുക്കാത്തത്, ചന്ദ്രകല, ദീർഘം, കുത്ത്, പുള്ളി, കോമ, ഇതൊക്കെ വേണ്ടതാണല്ലോ. പക്ഷെ അതൊന്നും ഇടാതിരിക്കുക എന്നുള്ളതും അക്ഷരത്തെറ്റിൽ പെടും. ഇത്തരം വൈകല്യങ്ങൾ ഉള്ള കാരണം കണ്ടെത്തി, വൈകല്യങ്ങൾക്കുള്ള കാരണം കണ്ടെത്തി അനുചിതമായ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് അധ്യാപകർ ഇത് പരിഹരിക്കണം. ഈ വൈകല്യങ്ങളുടെ കാരണങ്ങൾ നമ്മൾ എന്താന്നുള്ളത് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? വാട്ട് ആർ സം റൈറ്റിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് പോവാനുള്ളത് കുട്ടിയും പഠനവും എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തിലേക്കാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 6, കുട്ടിയും പഠനവും, ചൈൽഡ് ആൻഡ് ലേണിംഗ്. ഓക്കെ, നോട്ട്സ് ഒന്നും എന്നെ കിട്ടിയിട്ടില്ല കേട്ടോ മിസ്സേ, മലയാളത്തിലുള്ള നോട്ട്സ്. നോട്ട്സോ? ആ ഞാൻ ഒന്ന് വിട്ടുതരാം കേട്ടോ. എന്നാല് ഇംഗ്ലീഷിലുള്ള വിട്ടുതരാം. ഇംഗ്ലീഷിലുള്ള കുറച്ചും ഫസ്റ്റ് ചാപ്റ്റർ ഇംഗ്ലീഷിലുള്ളത് മാത്രം മിസ്സിന്റെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ വിട്ടുതരാം. ഇംഗ്ലീഷിലാണോ ഇയാൾ എഴുതുന്നത് എക്സാം? ഇംഗ്ലീഷിൽ എഴുതാന്ന് വിചാരിച്ചിരുന്നില്ല, ഞാൻ മലയാളത്തിൽ എഴുതണുള്ളൂ.
അതാകുമ്പോഴും നമുക്ക് ഇത്തിരി മിസ്സിങ് ആയാലും ഓർത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാലോ. പറ്റും. അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളിപ്പോ നിങ്ങള് ഈ ഒരു സബ്ജക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്നത് ഒരു ഹെഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എഴുതാനുള്ള നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാലോ. പക്ഷെ ഇംഗ്ലീഷിലാവുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അത്രയും ഇംഗ്ലീഷിൽ അത്രയും അവഗാഹമുള്ള ആൾക്കാരായിരിക്കണം. അത്രയും കൈകാര്യം ചെയ്യാൻ. ധാരാളം നോട്ട്സ് മതി. ഓക്കെ. അപ്പൊ കുട്ടിയും പഠനവും സ്വന്തമായി ചിന്തിക്കാനും ആശയം പ്രകടിപ്പിക്കാനും സൃഷ്ടിപരമായി പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. അതിനായി അവരെ പ്രാപ്തരാക്കുന്നതിനായി സ്വന്തം കഴിവുകളെ പരമാവധിയിലേക്ക് ഉയർത്തുവാനും സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുവാനും രാഷ്ട്രത്തിന്റെ നന്മയ്ക്കായി സംഭാവനകൾ അർപ്പിക്കുന്നതിനുമുള്ള ബോധം അവരിൽ ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. സ്വാഭാവിക സന്ദർഭങ്ങളിൽ ഇടപെട്ടുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ഇത്തരം ലക്ഷ്യങ്ങൾ നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടി വിദ്യാലയത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പലതരം നൈപുണ്യങ്ങൾ നേടിയിട്ടുണ്ട്. ഭാഷാപരവും ഗണിതപരവും നിരീക്ഷണപരവുമായ അത്തരം ശേഷികൾ നേടുന്നതിന് മുതിർന്നവരുടെ ചെറിയ സഹായമേ അവർക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. കുട്ടിയുടെ സ്വാഭാവികമായ ഈ പഠന പ്രക്രിയയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും തന്നെയുമുള്ള സമഗ്ര ധാരണയിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ക്ലാസ് മുറികളിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാനാവൂ. കുട്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെയും ശിശു മനഃശാസ്ത്രപരവും ബോധശാസ്ത്രപരവുമായ നവീനമായ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയും മാത്രമേ അത്തരത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. എന്താ നമ്മൾ ഇവിടെ പറഞ്ഞു നോക്കിക്കേ. സ്വന്തമായി ചിന്തിക്കാനും ആശയം പ്രകടിപ്പിക്കാനും സൃഷ്ടിപരമായി പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് കുട്ടികൾ. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അല്ലെ? ആശയം പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്, സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം? നേരിടാനുള്ള കഴിവ് എന്ത് ചെയ്യണം? അവർക്ക് ഉണ്ടാവണം. അതിനായി അവരെ പ്രാപ്തരാക്കുന്നതിനായി സ്വന്തം കഴിവുകളെ പരമാവധിയിലേക്ക് ഉയർത്തുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രാപ്തരാക്കണം, അല്ലെ? അവരെ സജ്ജമാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തം കഴിവുകളെ, അവരുടെ കഴിവുകൾ എന്ത് ചെയ്യണം? നമ്മൾ പരമാവധിയിലേക്ക് ഉയർത്തുവാനും സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുവാനും രാഷ്ട്രത്തിന്റെ നന്മയ്ക്കായിട്ട് എന്ത് ചെയ്യണം? സംഭാവനകൾ അർപ്പിക്കുന്നതിനുള്ള ബോധം അവരിൽ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വാഭാവിക സന്ദർഭങ്ങളിൽ ഇടപെട്ടുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ഇടപെടുക, അവിടെ പ്രവർത്തിക്കുക, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ഇത്തരം ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കുട്ടികളെ ലക്ഷ്യങ്ങൾ നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ലക്ഷ്യങ്ങൾ കുട്ടികൾ നേടിയെടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അവരെ സജ്ജമാക്കി എടുക്കാൻ, അവരെ പ്രാപ്തരാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാധിക്കുള്ളൂ. കുട്ടി വിദ്യാലയത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പലതരം നൈപുണ്യങ്ങൾ നേടിയിട്ടുണ്ട്. ഒരുപാട് സ്കില്ലുകളോട് കൂടി തന്നെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. ഭാഷാപരവും ഗണിതപരവും നിരീക്ഷണപരവുമായ ഇത്തരം ശേഷികൾ നേടുന്നതിന് മുതിർന്നവരുടെ ചെറിയ സഹായമേ അവർക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ഭാഷാപരവും ഗണിതപരവും നിരീക്ഷണപരവുമായിട്ടുള്ള ഇത്തരം ശേഷികൾ നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മുതിർന്നവരുടെ ചെറിയ സഹായം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ. കുട്ടിയുടെ സ്വാഭാവികമായ ഈ പഠന പ്രക്രിയയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും തന്നെയുമുള്ള സമഗ്ര ധാരണയിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ക്ലാസ് മുറികളിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാനാവൂ. കുട്ടിയുടെ സ്വാഭാവികമായ ഈ പഠന പ്രക്രിയയെക്കുറിച്ചും സ്വാഭാവികമായിട്ട് നടക്കുന്ന പഠന പ്രക്രിയയല്ലേ, ആ പഠന പ്രക്രിയയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും തന്നെയുള്ള സമഗ്രമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ധാരണയിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ക്ലാസ് മുറികളിൽ എന്ത് നടക്കണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കുട്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെയും ശിശു മനഃശാസ്ത്രപരവും ബോധനശാസ്ത്രപരവുമായിട്ടുള്ള നവീനമായ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയും മാത്രമേ അത്തരത്തിലൊരു ധാരണയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോ ഫസ്റ്റത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. നാളെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള മാത്രം. ഇനി കുട്ടിയെ കുറിച്ച് അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ധാരണകളാണ് ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 12 പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കുട്ടിയെ കുറിച്ച് അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ധാരണകൾ. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല. അവർ സ്കൂളിൽ എത്തുന്നത് ധാരാളം അനുഭവങ്ങളുമായാണ്. വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചാൽ സ്വയം വികസിക്കാനുള്ള നൈസർഗികപരമായ ശേഷികൾ ഓരോ കുട്ടിയിലുമുണ്ട്. കുട്ടി എന്ന് പറയുന്നത് വെറും ഒരു ഒഴിഞ്ഞ പാത്രമല്ല, ഒന്നുമില്ലാത്തൊരു പാത്രമല്ല കുട്ടി. കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, കുട്ടിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ? അവർ സ്കൂളിൽ എത്തുന്നത് ധാരാളം അനുഭവങ്ങളായിട്ടാണ്. കുട്ടി സ്കൂളിൽ എത്തുന്നത് എങ്ങനെയാണ്? ധാരാളം അനുഭവങ്ങളുമായിട്ടാണ്. വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വയം വികസിക്കുന്നതിനുള്ള ജന്മനാ ഉള്ള ശേഷികൾ, അതാണ് നൈസർഗപരം.
അല്ലെ? സ്വയം വികസിക്കുന്നതിനുള്ള ജന്മനായുള്ള ശേഷികൾ ആർക്കുണ്ട്? ഓരോ കുട്ടിയിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കുട്ടികൾ വ്യത്യസ്തരാണ്, അവരെ ഒരുപോലെയാക്കുക. അവരത് ഒരുപോലെയാക്കുക ആവരുത് നമ്മുടെ ഉദ്ദേശം. കുട്ടികൾ വ്യത്യസ്തരാണ്, ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, ഓരോ ഹ്യൂമൻ ബീങ്ങും വ്യത്യസ്തരാണെന്ന് നമ്മൾ പറയുന്നത് പോലെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരെ ഒരുപോലെയാക്കുക ആവരുത് നമ്മുടെ ഉദ്ദേശം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പല കുട്ടികളും പല രീതിയിലായിരിക്കും. പല കുട്ടികൾക്കും ചില കുട്ടികൾ പഠിക്കും, ചില കുട്ടികൾ പഠിക്കില്ല, ചില കുട്ടികൾ സ്പോർട്സിൽ, ചില കുട്ടികൾക്ക് ആർട്സിൽ, അങ്ങനെ. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ മാർക്ക് പരീക്ഷയിൽ മാർക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മാർക്ക് പോയി അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടല്ലടാ, നിനക്ക് എന്ത് ഇത്രയായി പോയി എന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പൊ അങ്ങനെ പറയാൻ നമ്മൾ പാടില്ല എന്നാണ് പറയുന്നത്. ആ കുട്ടീനെ പോലെ ആവണം, നിനക്ക് എന്താ അങ്ങനെ ആയിക്കൂടെ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഈ കുട്ടിക്ക് ഈ കുട്ടിയുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, പല കുട്ടികളും വ്യത്യസ്തരാണ്, അതുകൊണ്ട് തന്നെ അവരെ ഒരുപോലെയാക്കുക എന്നുള്ളത് ആവരുത് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മറിച്ച് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി ഓരോരുത്തർക്കും സ്വന്തം കഴിവുകളെ വികസിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം, അല്ലെ? അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ട്, അല്ലെ, എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? Yes. ഓക്കെ. ഓരോ കുട്ടിയുടെയും പഠന വേഗത വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഓരോ കുട്ടിക്കും പഠന സമയം നിശ്ചയിക്കുന്നതിൽ അയവുള്ള സമീപനം സ്വീകരിക്കണം. ചില കുട്ടിക്ക് സ്പീഡിൽ പഠിക്കാൻ പറ്റും, ചില കുട്ടിക്ക് സ്പീഡിൽ പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ കുട്ടിയുടെ പഠന വേഗത, പഠന സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഓരോ കുട്ടിക്കും പഠന സമയം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? അയവുള്ള സമീപനം സ്വീകരിക്കണം. കാരണം കടുംപിടുത്തം പഠിക്കരുത്. ആ കുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ചെയ്തു തീർക്കും. പക്ഷെ എന്നാലും ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടി ആ ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, കുട്ടിക്ക് അത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ മറ്റേ കുട്ടി പഠിച്ച പോലെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി, ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് പഠിച്ച പോലെ തന്നെ ഇത് താഴെ നിൽക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സമയത്തിനുള്ളിൽ ചിലപ്പോൾ പഠിച്ചു തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമീപനം നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അതാണ് അയവുള്ള സമീപനം. ഓരോ കുട്ടിയുടെയും പഠന രീതി വ്യത്യസ്തമായിരിക്കും. പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഓരോ കുട്ടിയുടെയും പഠന രീതി വ്യത്യസ്തമായിരിക്കും. ഒരു കുട്ടി ചിലപ്പം വായിച്ച് പഠിക്കുന്നുണ്ടാവാം, ഒരു കുട്ടി ചിലപ്പം മനസ്സിലായിരിക്കും വായിക്കുന്നുണ്ടാവാം, ഒരു കുട്ടി ചിലപ്പം എഴുതി പഠിക്കുന്നുണ്ടാവാം, അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയും പഠിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പഠന പ്രവർത്തനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമയത്ത്, ലേണിംഗ് ആക്ടിവിറ്റീസ് ഒരുക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇക്കാര്യം ശ്രദ്ധിക്കണം. Okay. ഓക്കെ, അടുത്തത്, സ്വതന്ത്രവും ഭയരഹിതവുമായ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ, കണ്ടെത്തലുകൾ എന്നിവ പ്രകടിപ്പിക്കും. കുട്ടിക്ക് അവിടെ നന്നായിട്ട് ഫ്രീഡം കിട്ടിയാല്, അല്ലെ, ഒട്ടും ഭയം ഇല്ലാതായാല്, ക്ലാസ് റൂമിനകത്ത് നന്നായിട്ടുള്ള ഫ്രീഡവും ഭയം ഇല്ലാത്തൊരവസ്ഥയും നല്ലൊരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും, വിചാരങ്ങൾ പ്രകടിപ്പിക്കും, ചിന്തകൾ പ്രകടിപ്പിക്കും, കണ്ടെത്തലുകൾ, ഇന്നോവേഷൻസ് പ്രകടിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. അല്ലെങ്കിലും അവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഭയങ്കര പേടിയാണ് ക്ലാസ് റൂമിലെ ടീച്ചറെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കര പേടിയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഒന്നും ചെയ്യില്ല, കുട്ടി വെറും മൗനമായിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ. പിന്നെ കുട്ടികൾക്ക് വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികൾ ഇഷ്ടമാണ്, അല്ലെ? എന്താ പറയാ, എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള കളികൾ എന്ത് ചെയ്യാണ്? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവ വെറും കളിയല്ല, ഗൗരവമായ പ്രവർത്തികൾ തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കളി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വെറൊരു കളിയല്ല, അതൊരു ഗൗരവമുള്ള പ്രവൃത്തി തന്നെയാണ്. അതിലൂടെ അവർ പലതും കണ്ടെത്തുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്. ആ ഒരു കളിയിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും കണ്ടെത്തി പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഉറപ്പിക്കുന്നുണ്ട്. അടുത്തത്, കുട്ടികൾ ഭാവനാശാലികളും ഭാവന ഇഷ്ടപ്പെടുന്നവരുമാണ്. ക്ലാസ്സിലും പാഠപുസ്തകങ്ങളിലും ഭാവനയ്ക്ക് ധാരാളം അവസരങ്ങൾ നൽകണം. കുട്ടികൾ ഭാവനാശാലികളാണ്, പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, അതേപോലെ തന്നെ ഭാവന ഇഷ്ടപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലും പാഠപുസ്തകങ്ങളിലും ഭാവനയ്ക്ക് എന്ത് ചെയ്യണം? കൂടുതൽ പ്രാധാന്യം നൽകണം. പിന്നെ കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളെ അതിന്റെ സമഗ്രതയിൽ കാണുന്നതിന് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനം സമഗ്രമായ രീതിയിലാവുന്നതാണ് അവർക്ക് സൗകര്യം. കുട്ടികൾ അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. അവിടെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയല്ല, മൊത്തത്തിൽ പഠിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പഠനം സമഗ്രമായ രീതിയിലാവുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്, അല്ലെ? പഠനം ആഴത്തിലുള്ള രീതിയിലാവുക എന്നുള്ളതാണ് അവർക്ക് നല്ലത്. കുട്ടികൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഒരേ സന്ദർഭത്തോട് പലരും പല രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുക.
ഇപ്പൊ നമ്മൾ പറഞ്ഞ കുട്ടികൾ വ്യത്യസ്തരാണെന്ന്, ഒരു കുട്ടി ഒരുപോലെ ചിന്തിക്കുകയാണെങ്കിൽ മറ്റു കുട്ടി വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുക. അപ്പൊ കുട്ടികൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഒരേ സന്ദർഭത്തോട് പലരും പല രീതിയിൽ എന്ത് ചെയ്യും, പ്രതികരിക്കും. അതും നമ്മൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. അടുത്തത് മുതിർന്നവർക്ക് നിസ്സാരമെന്നും വികൃതി എന്നും തോന്നുന്ന പലതും കുട്ടികൾക്ക് അങ്ങനെയല്ല. നമ്മൾ മുതിർന്നവർ ചിലപ്പോൾ അവരെ കളിയാക്കും, എന്താ നീ ചെയ്യുന്നതെന്ന് വെച്ചാൽ കളിയാക്കും അല്ലെ. ഇത് മനസ്സിലാക്കാതെയാണ് മിക്കപ്പോഴും മുതിർന്നവർ അവരോട് പെരുമാറുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. ഇത് കുട്ടിയിൽ വിപരീത ഫലം ഉണ്ടാക്കും. നമ്മൾ അത് മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ ക്രൂശിക്കാൻ നിന്ന്, വെറുതെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചു നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് കുട്ടിയിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് അല്ല വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുക. കൂട്ടമായി പ്രവർത്തിക്കുന്നതിലൂടെ കുട്ടികൾ ധാരാളം കഴിവുകൾ നേടിയെടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ അബേട്ടനോട് പറയും, ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഒരുമിച്ച് നേടിയെടുക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഏതനുഭവവും ആശയവും കുട്ടി വേഗത്തിലും ആഴത്തിലും ഉൾക്കൊള്ളും അല്ലെ. ജീവിതം, നമ്മുടെ ഓരോ എഴുത്തുകാരുടെയും എഴുത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്, ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, വേഗത്തിലും ആഴത്തിലും എന്ത് ചെയ്യും, കുട്ടി ഉൾക്കൊള്ളുന്നു അല്ലെ. ജീവിതവുമായി കണക്ട് ചെയ്ത് നമ്മുടെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളിലൂടെ ചുറ്റുപാടും കാണുന്ന സന്ദർഭങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേഗത്തിലും ആഴത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? Yes, miss. Yes, miss, clear. ഓ Clear ആണ് മിസ്, പറഞ്ഞ ക്ലിയർ ആണ്. ഓക്കെ. കുട്ടിയെ കുറിച്ച് അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ധാരണകളാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. എന്തൊക്കെ ധാരണകളാണ് കുട്ടിയെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാം നമുക്ക് പഠന പ്രക്രിയ, ലേണിംഗ് ആക്ടിവിറ്റി ആണ് കേട്ടോ. കുട്ടികൾക്കായി പഠന പ്രക്രിയ ഒരുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ലേണിംഗ് ആക്ടിവിറ്റി തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. മറ്റു കുട്ടികളുമായും വസ്തുക്കളുമായും സംവദിക്കുന്നതിലൂടെ ഫലപ്രദമായ പഠനം നടക്കേണ്ടതുണ്ട്. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ പഠന പ്രക്രിയയിൽ ഒരുക്കണം. മറ്റു കുട്ടികളുമായും വസ്തുക്കളുമായിട്ട്, ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ വസ്തുക്കളുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, സംവദിക്കുക. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ഫലപ്രദമായിട്ടുള്ള ഒരു പഠനം എന്ത് ചെയ്യും, നടക്കും. അതുകൊണ്ട് തന്നെ അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, പഠന പ്രക്രിയയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ കുട്ടികൾക്ക് മുതിർന്നവർ കരുതുന്നതിനേക്കാൾ പഠനശേഷി, നമ്മൾ വിചാരിക്കും ആ കുട്ടിക്ക് ഒന്നും അറിയില്ല, അത്ര അറിയുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ആ കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, മുതിർന്നവർ കരുതുന്നതിനേക്കാൾ പഠനശേഷി ഉണ്ടാവും. എങ്കിലും അവരുടെ പ്രായവും പഠനവും തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലെ. അവരുടെ പ്രായവും പഠനം ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രായവും പഠനവും തമ്മിൽ ബന്ധമല്ലേ. അതിനാൽ പഠനാനുഭവങ്ങൾ കുട്ടിയുടെ നിലവാരത്തിന് അനുയോജ്യമായിരിക്കും. നമ്മൾ പഠനാനുഭവങ്ങൾ നൽകുമ്പോൾ, ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നൽകുമ്പോൾ അവരുടെ ഏജ്, അവരുടെ നിലവാരത്തിന് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നൽകേണ്ടത്. ഓക്കെ. അടുത്തത്, മറ്റുള്ളവരിൽ നിന്ന് ചിലത് കേൾക്കുന്നത് കൊണ്ട് മാത്രം പഠനം നടക്കുന്നില്ല അല്ലെ. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് മാത്രം അവിടെ എന്ത് ചെയ്യൂല, പഠനം നടക്കൂല. കുട്ടിക്ക് ചിന്തിക്കാനും താരതമ്യം ചെയ്യാനും കാരണം കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും ക്രമപ്പെടുത്താനും ഊഹിക്കാനും നിഗമനത്തിലെത്താനും വിവിധ മാർഗങ്ങളിലൂടെ പ്രകടിപ്പിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, അവസരം നൽകണം. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, കുട്ടി അവിടെ പഠിക്കൂല. നമ്മൾ എന്തിനൊക്കെയുള്ള അവസരങ്ങളാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്, കുട്ടിക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകണം. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാനുള്ള അവസരം നൽകണം. അതിന്റെ കാരണം, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്താന്, വിവരങ്ങൾ ശേഖരിക്കാന്, അതിനെ ക്രമപ്പെടുത്തി ഓർഡർ വൈസ് അല്ല, തെറ്റായ ഓർഡറിലാണ് കൊടുത്തത് അതിനെ ക്രമപ്പെടുത്താന്, ചിന്തകളിലൂടെ ഊഹിച്ചെടുക്കാന്, ഇത് ഇതുകൊണ്ടാണ് സംഭവിച്ചത് നിഗമനത്തിലെത്താന് വിവിധ മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുക, അത് പ്രകടിപ്പിക്കാനും എന്ത് ചെയ്യണം, കുട്ടിക്ക് അവസരം നൽകണം. നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം പഠനം നടക്കുന്നുവെന്ന് കൃത്യമായി പ്രവചിക്കുക പ്രയാസമാണ്. ഒരു സമയം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം പഠനം കുട്ടിക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്താ, നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ടീച്ചർ നടത്തുന്ന ആസൂത്രണം പഠനത്തിന് സന്ദർഭങ്ങൾ ഒരുക്കുന്ന സഹായി എന്ന നിലയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാറണം അല്ലെ. അപ്പൊ അതവിടെ പറയുന്നത്, പക്ഷെ ടീച്ചർ നടത്തുന്ന ആസൂത്രണം ആ ഒരു പഠനത്തിന്റെ സമയത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണമെന്ന്. നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു മുൻധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടീനെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കണം എന്ന്.
ഒരു സമയത്തിനുള്ളിൽ ഇന്നൊരു ടാർഗറ്റ് വെച്ച് അരമണിക്കൂറിനുള്ളിൽ കുട്ടി എത്രമാത്രം പഠനം നടക്കുന്നു, കുട്ടിയിൽ എത്രമാത്രം പഠനം നടക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചർ നടത്തുന്ന ആസൂത്രണം പഠനത്തിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അധ്യാപിക ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണോ? Yes. ജുബൈല് ജോയിൻ ചെയ്തോ പിന്നെ? മിസ് ഞാൻ ജോയിൻ ചെയ്ത്. ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നു. ക്ലാസ് ഓക്കെ, അത് നമുക്ക് അടുത്ത നോക്കാം. സന്ദർഭങ്ങൾ ഒരുക്കുന്ന ഒരു സഹായി എന്ന നിലയിലേക്ക് സ്വയം മാറണം. കുട്ടിക്ക് പഠിക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുന്ന ഒരു സഹായി ആയിട്ട് ആര് മാറണം, അധ്യാപകർ മാറണം. പിന്നെ ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ടുള്ള പുസ്തക പ്രധാനമായ ബോധന പ്രവർത്തനങ്ങൾക്ക് പകരം ക്ലാസ്സിലും വെളിയിലുമായി നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ ഒരുക്കണം. അല്ലെ, വെറും ക്ലാസ് റൂമിനകത്തിരുന്ന് പുസ്തകത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനം മാത്രമല്ല നടക്കേണ്ടത്. ക്ലാസ് റൂമിന്റെ പുറത്തും വെളിയിലും ഒക്കെ ആയിട്ട് നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുക്കി കൊടുക്കണം കുട്ടിക്ക്. അപ്പൊ കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. പിന്നെ വിഷയങ്ങളെ വേർതിരിച്ച് അറകളാക്കുന്നതിന് പകരം സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നൽകണം. അല്ലെ, വിഷയങ്ങളെ വേർതിരിച്ച് വേറെ വേറെ വിഷയങ്ങളാക്കി തിരിച്ച് വേറെ വേറെ ആശയങ്ങളാക്കി തിരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. വിഷയങ്ങളെ വേറെ വേറെ ആക്കി മാറ്റുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, സാധ്യമായ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉദ്ഗതിത പ്രവർത്തനങ്ങൾ നടത്തണം. ഞാൻ എന്താ ഒരുമിച്ച് ചേർത്ത് പഠിപ്പിക്കുക. മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിപ്പിക്കുക. ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ്, ഉദ്ഗതിത പ്രവർത്തനങ്ങൾ, ഇന്റഗ്രേറ്റഡ് മെത്തേഡ് എന്നൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 2ാം ക്ലാസ്സിന്റെയോ ചെറിയ ക്ലാസ്സിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്റഗ്രേറ്റഡ് ഉദ്ഗതനം 1, ഉദ്ഗതനം 2 എന്നൊക്കെ, ഉദ്ഗതിതം 1, ഉദ്ഗതിതം 2 എന്നൊക്കെ പറഞ്ഞിട്ടാ കൊടുക്കുക. അപ്പൊ എന്താ, അവരുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ 2ാം ക്ലാസ്സിലെ 1ാം ക്ലാസ്സിലേക്ക് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മലയാളം, മാത്സ്, സയൻസ്, സോഷ്യൽ എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യും, ഒരുമിച്ചുള്ളതായിരിക്കും പാഠപുസ്തകം. അതാണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ഉദ്ഗതിതം 1, ഉദ്ഗതിതം 2 എന്നൊക്കെ അതിന് പറയാനുള്ള കാരണം. പിന്നെ അർത്ഥപൂർണമല്ലാത്ത അഭ്യാസങ്ങൾ, മനഃപ്പാഠമാക്കൽ എന്നിവ ചെയ്യിക്കുന്നതിന് പകരം കുട്ടിയെ ചിന്തിപ്പിക്കുന്ന, കണ്ടെത്തുന്ന ഒരാളായി മാറ്റണം. വെറുതെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുക, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക, അതല്ല. മനഃപ്പാഠമാക്കുക, ബൈഹാർട്ട് പഠിക്കുക, ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെയാണ്. അത് ചെയ്യിപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ ചിന്തിപ്പിക്കുന്ന, കണ്ടെത്തുന്ന ഒരാളായി മാറ്റണം. അല്ലെ, കുട്ടിയെ കൂടുതൽ ചിന്തിപ്പിക്കുക, അല്ലെ, കണ്ടെത്തുന്ന ഇന്നോവേഷൻസ്, അല്ലെ, അങ്ങനെ കണ്ടെത്തുന്ന ഒരാളാക്കി നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ മാറ്റണം. എഴുത്തു പരീക്ഷയ്ക്ക് മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തിനപ്പുറം കുട്ടിയുടെ ഭൗതികവും വൈകാരികവും സാമൂഹികമായ വികസനത്തിൽ ഊന്നണം. അല്ലെ, പരീക്ഷ എഴുതിയിട്ട് കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, കുട്ടിയുടെ ഭൗതികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള വികസനവും കൂടി എവിടെ എന്ത് ചെയ്യണം, നടക്കണം. പിന്നെ സഹകരണ അധിഷ്ഠിത പഠനം സാധ്യമാക്കുന്നത്, അല്ലെ, മറ്റുള്ളവരോട് സഹകരിച്ച് പ്രവർത്തിക്കുക. കൂടെയുള്ള കുട്ടികൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, നമ്മള് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ആശയങ്ങൾ കൂടുതൽ കിട്ടുകയാണ് ചെയ്യുക. അല്ലെ, അവരുടെ തിങ്കിങ്ങും കൂടി, ആശയങ്ങൾ കൂടി നമുക്ക് കിട്ടൂല. പിന്നെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുക. അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള, അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള, പുരോഗമിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് മെത്തേഡ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം കേട്ടോ. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് എൻ്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ ആണ്. ടീച്ചിങ് മാനുവൽ നമ്മൾ അധ്യാപിക ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് പുസ്തകത്തിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കും, എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് കൊടുക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ബുക്കിൽ എഴുതി വെക്കും. അപ്പൊ എന്ത് ചെയ്യണം, അത് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോവേണ്ടത്.
ടീച്ചിങ് മാനുവൽ ഇല്ലാതെ ക്ലാസ് പോകാൻ പാടില്ല എന്നാണ് പറയുക. TM നിർബന്ധമാണ്. നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ശരിക്കുള്ള അധ്യാപകരായാലും എന്ത് ചെയ്യണം, നമുക്ക് TM നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കും, എങ്ങനെ പഠിപ്പിക്കും, ആ പാഠഭാഗം നമ്മൾ ഇൻട്രോ എങ്ങനെ കൊടുക്കും, എന്തൊക്കെ ലേണിംഗ് എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ എന്ത് ഉപയോഗിക്കും, ആക്ടിവിറ്റീസ് എന്തൊക്കെ കൊടുക്കും, കുട്ടികളുടെ റെസ്പോൺസ് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിലെഴുതണം. അതാണ് എൻ്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ. നോക്കാം, ഓരോ വിഷയത്തിനും ഓരോ ക്ലാസ്സിലും കുട്ടിയെ നേടാൻ ഉദ്ദേശിക്കുന്ന ശേഷികൾ കരിക്കുലത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ വിഷയത്തില് ഓരോ ക്ലാസ്സിലെ കുട്ടി എന്തൊക്കെ ശേഷികൾ, എന്തൊക്കെ സ്കില്ല് കുട്ടി നേടിയിരിക്കണം, അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കരിക്കുലത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവ ലഭിക്കാൻ ആവശ്യമായ പഠനാനുഭവങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ അധ്യാപികയുടെ ഉത്തരവാദിത്തം. ഈ സ്കില്ല് കുട്ടിക്ക് ലഭിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പഠനാനുഭവങ്ങൾ നമുക്ക് ആർക്ക് ഒരുക്കി കൊടുക്കണം, കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. ഓരോ അധ്യാപികയും സ്വന്തം ക്ലാസ്സിന്റെയും കുട്ടിയുടെയും നിലവാരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വേണം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ. ഓരോ അധ്യാപികയും ചെയ്യേണ്ടത് എന്താ, സ്വന്തം ക്ലാസ്സിന്റെ അതിലെ കുട്ടികളുടെ അവരുടെ നിലവാരത്തിന്റെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കുക. ക്ലിയർ ആണോ? നിശ്ചിത ശേഷികൾക്ക് ആവശ്യമായ പഠന പ്രവർത്തനങ്ങൾ എന്തിന്റെയൊക്കെ സഹായത്തോടെ രൂപീകരിക്കാം അല്ലെ? ഇപ്പോ കരിക്കുലത്തിന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടീനെ ഇന്ന പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. ഏതൊക്കെ എന്തിന്റെയൊക്കെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാന്നുള്ളത്. അതാണ് ഇനി താഴെ പറയുന്നത്. 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ? കുട്ടികൾക്ക് ഇന്ന സ്കില്ലുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് കിട്ടാൻ ആവശ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് രൂപീകരിക്കാം അല്ലെ? എന്തിന്റെയൊക്കെ സഹായം നമുക്ക് അതിന് വേണം, ഈ ആക്ടിവിറ്റീസ്, ലേണിംഗ് ആക്ടിവിറ്റീസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമുക്ക് എന്തിന്റെയൊക്കെ സഹായങ്ങൾ വേണം, എന്തൊക്കെ വേണം, നമുക്ക് പാഠപുസ്തകങ്ങൾ വേണം, ടെക്സ്റ്റ് ബുക്ക് വേണം, അധ്യാപക സഹായികൾ, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന അധ്യാപക സഹായികൾ വേണം, ക്ലസ്റ്റർ യോഗങ്ങൾ വേണം അല്ലെ, ടീച്ചർ ട്രെയിനിങ് വേണം, പിന്നെ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് വേണം. സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പാരന്റ് ടീച്ചർ അസോസിയേഷൻ, PTA, പിന്നെ നമ്മുടെ സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് വേണം. പിന്നെ അധ്യാപക സംഗമങ്ങൾ വേണം. എന്താ അധ്യാപക സംഗമങ്ങൾ? ഒരേ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഇടയ്ക്ക് കൂടി ചേരുക. അപ്പൊ അവരുടെ പല ആൾക്കാരാണെങ്കിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ 5 ആൾക്കാർക്കും 5 അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, 5 രീതിയിലായിരിക്കുമല്ലോ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, അതും അതിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പാഠപുസ്തകങ്ങള്, അധ്യാപക സഹായികള്, ക്ലസ്റ്റർ യോഗം, സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ്, അധ്യാപക സംഗമം. ക്ലിയർ ആണോ? ഓക്കെ മിസ്റ്റർ. ക്ലിയർ ആണോടാ? യെസ്. മിസ്റ്റർ ക്ലിയർ ഓക്കെ ആണ്. ഓക്കെ. ഇനി നമുക്ക് എടുക്കാനുള്ള ടീച്ചിങ് മാനുവൽ എന്താന്നുള്ളതാണ് എടുക്കാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ കുറെ ആൾക്കാരില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് എടുക്കാം. നാളെ രാത്രി വെക്കാട്ടോ. ബാക്കിയുള്ള ക്ലാസ് എടുക്കാൻ ടീച്ചിങ് മാനുവൽ, ഇത് ജസ്റ്റ് ടീച്ചിങ് മാനുവലിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി ടീച്ചിങ് മാനുവൽ എന്താണ്, 3 സ്റ്റെപ്പായിട്ടാണ് ടീച്ചിങ് മാനുവൽ നമ്മൾ എഴുതുക. അപ്പൊ ആ 3 സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളത്തെ ഇപ്പൊ 2-3 ആൾക്കാർ ഇപ്പോൾ ലെഫ്റ്റ് ആയില്ലേ, ഇടിയും മഴയും ഗസ്റ്റ് ഒക്കെ വന്നു എന്ന് പറഞ്ഞിട്ട്. നാളെ ഇതുപോലെ ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നാളെ എല്ലാവരും നിർബന്ധമായിട്ട് ക്ലാസ് കയറുക. ഈ ഒരു ഭാഗമായിരിക്കും നാളെ നമ്മൾ എടുക്കുക കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് എത്തുന്നുണ്ട്. ഓക്കെ, ഓക്കെ നല്ല മഴയാണ് മിസ്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ മിസ്റ്റർ, താങ്ക് യു. എന്നാ ശരി. Adia.